ധർമ്മശാലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഇന്നും മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്തും. 7ാം സ്പോട്ടിലാണ് ഇന്ന് പരിശോധന ആരംഭിക്കുക. റോഡിനോട് ചേർന്നുള്ള സ്പോട്ടുകളും ഇന്ന് പരിശോധിക്കും. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് സാധ്യതയുണ്ട്. ഇന്നലെ 6ാം സ്പോട്ടിൽ നിന്ന് അസ്ഥികൾ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ കാലപ്പഴക്കമടക്കം പരിശോധിക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. DGP പ്രണബ് മൊഹന്തി ഇന്നലെ രാത്രി ബെൽത്തങ്ങാടി SIT ഓഫീസിൽ എത്തി. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങളുമായി. റഹീസ്, ഗുഡ് മോർണിംഗ്. റഹീസ്, ഇന്നലെ നമ്മൾ കണ്ടതാണ്, രാവിലെ മുതൽ അന്വേഷണ പരിശോധന നടത്തുമ്പോൾ കാര്യമായൊന്നും കിട്ടുന്നില്ല. പിന്നെ ഉച്ചയോടുകൂടി ഒരു അസ്ഥികൂടം കിട്ടുന്നു. അതിനുശേഷം അതേ തുടർന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നമ്മുടെ ഇത് വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇയാൾ വെറുതെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് രൂക്ഷമായ ഭാഷയിൽ തന്നെ. പക്ഷേ ഈ അസ്ഥികൂടം ലഭിച്ചതിന് ശേഷം കാര്യങ്ങൾ തിരിഞ്ഞു. ഇന്നിപ്പോൾ എവിടെയെല്ലാം പരിശോധനയുണ്ടാകും? ഏതെല്ലാം തരത്തിലാണ് പരിശോധന പോവുക? ഗുഡ് മോർണിംഗ് TK സ്മിത. ഏറ്റവും പ്രധാനം ഇന്നത്തെ പരിശോധന ഒരുപക്ഷെ റോഡിന് സൈഡിലുള്ള സ്പോട്ടുകളിലായിരിക്കും എന്നുള്ളതാണ്. കാരണം നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഭാഗത്തിന് ഒരുപക്ഷെ ഇന്ന് പരിശോധന നടത്തുന്ന സ്ഥലങ്ങൾ അത്തരത്തിലുള്ളവയാണ്. പക്ഷേ ഇവിടെ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയുണ്ട്. ഇടവിട്ട് ശക്തമായി തന്നെ മഴ പെയ്യുന്നുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ തന്നെ ഈ സ്പോട്ടുകളൊക്കെയും ഷീറ്റിട്ട് മറച്ചിരുന്നു. പക്ഷേ രാത്രി മുതൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുഴിയെടുപ്പ് അത് ഇടയ്ക്ക് മഴ പെയ്താലും ഒക്കെ സാരമായി അതിനെ ബാധിക്കും. മാത്രമല്ല ഈ കാടിനുള്ളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന ചാലുകൾ പലതും ഇത്തരത്തിൽ ഈ സ്പോട്ടുകൾക്ക് സമീപമാണ്. അപ്പോൾ അത് ഒരടിയൊക്കെ കുഴിക്കുമ്പോഴേക്കും വലുതായി വെള്ളം കാണുകയും അത് പിന്നീട് പമ്പ് സെറ്റ് ഉപയോഗിച്ച് വറ്റിക്കുകയും ഒക്കെ ചെയ്യേണ്ട സ്ഥിതിയുണ്ട്. അപ്പോൾ ഇന്നത്തെ തെരച്ചിൽ ഒരുപക്ഷെ കുറച്ചുകൂടിയൊക്കെ ദുസ്സഹമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ 6ാം നമ്പർ സ്പോട്ടിലും ഇത്തരത്തിൽ കുഴിയെടുത്തപ്പോൾ വെള്ളം കണ്ടിരുന്നു. പിന്നീട് പമ്പ് സെറ്റ് ഉപയോഗിച്ച് അത് വെള്ളം വറ്റിച്ച ശേഷമാണ് പരിശോധന നടത്തിയത്. അതിൽ നിന്നാണ് 15 അസ്ഥികൾ കണ്ടെത്തിയത്. ഈ അസ്ഥികൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ആദ്യഘട്ടത്തിൽ ഇതൊക്കെയും സൂക്ഷിച്ചു വെക്കുക, പിന്നീട് ഒരുമിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളൊരു നീക്കമാണ് SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നു. ഇന്നലെ DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ SIT സംഘം ഈ അസ്ഥികൾ ലഭിച്ചതിനു ശേഷം നിർണായകമായിട്ടുള്ളൊരു യോഗം ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിൽ വേണ്ട കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. ഇനി ഉണ്ടാവുക 7-8 സ്പോട്ടുകളിലുള്ള പരിശോധനയാകും പ്രധാനമായും ഉണ്ടാകുക. അതിൽ 7ാമത്തെ സ്പോട്ടിൽ നിന്ന് ഒരുപക്ഷെ അസ്ഥികൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അത് മഹസറൊക്കെ തയ്യാറാക്കി ഒരുപക്ഷെ 7-ൽ മാത്രമാകും പരിശോധന ഇന്ന് ഉണ്ടാവുക. മാത്രമല്ല നിലവിലൊരു കൃത്യമായ SOP രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങൾ ഇനി പുറത്തു വരാനും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ശുചീകരണ തൊഴിലാളി ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ സ്പോട്ടുകളിലേക്കാണ് ഇനി പരിശോധന വരുന്നത്. എന്തായാലും ഇന്നലെ അദ്ദേഹം പറഞ്ഞതിനൊരു അടിസ്ഥാനം ഉണ്ടായിരിക്കുന്നു. അത് എന്തെങ്കിലും ഒരു തരത്തിൽ അദ്ദേഹത്തിന് വാലിഡിറ്റി ലഭിച്ചിരിക്കുന്നു. ഇന്നുവരെ അത് നൽകാത്തവർ അദ്ദേഹത്തിന് വാലിഡിറ്റി നൽകേണ്ട ഒരു സ്ഥിതി കൂടി വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നുമൊക്കെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്തിയാൽ കേവലം ന്യായീകരണങ്ങൾ മാത്രം പോരാ, എതിർവശത്തിന് അവർ കൃത്യമായിട്ടുള്ള വിശദീകരണം കൂടി നൽകേണ്ടി വരും. സ്മിത. മുഹമ്മദ് റഹീസ് ധർമ്മസ്ഥലയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇന്ന് 7ാം സ്പോട്ടിലാണ് പരിശോധന നടക്കുക. എന്തെങ്കിലും കണ്ടെത്തുമോ എന്നുള്ള കാര്യമൊക്കെ വരും മണിക്കൂറുകളിൽ കണ്ടറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.